ദൈവനാമത്തിന് മഹത്വം. സിയോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രോഗ്രാം ബൈബിളിൽ നിന്നും ട്രിക്കി ചോദ്യങ്ങളാണ്. നമ്മൾ ഇന്നലെ ചോദ്യം തന്നിരുന്നു, അതിൻ്റെ ചോദ്യവും ഉത്തരവും അടങ്ങിയതാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ബാബേലിൻ്റെ പുതപ്പ് മനോവ്യസനമുള്ളവനെയും വ്യസനമുള്ളവനെയും മൂടുന്നു, ചിലപ്പോൾ തിന്നു രസിക്കുന്നു. ആരാണിത്? ഉത്തരം കൃമി. യെശയ്യാവിൻ്റെ പ്രവചനം 14:11, ഇയ്യോബ് 21:26, ഇയ്യോബ് 24:20. അടുത്ത ചോദ്യം: വെട്ടിക്കിളി പോലെ അസംഖ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം മിദ്യാന്യർ, അമാലേക്യർക്ക് കിഴക്ക് ദേശക്കാർ. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 12-ാം വാക്യം. അടുത്ത ചോദ്യം: ആര് ശേഖരിക്കുന്നതിനെയാണ് കവർച്ച ശേഖരിച്ചു വയ്ക്കും പോലെ എന്ന് ഉപമിച്ചിരിക്കുന്നത്? ഉത്തരം തുള്ളൻ. യെശയ്യാവിൻ്റെ പ്രവചനം 33-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം: വടക്ക് നിന്ന് ഞങ്ങൾ അരിച്ചു കളഞ്ഞ പാരമ്പര്യമുള്ളവരാണ്, ഞങ്ങൾ ആരാണ്? ഉത്തരം ഈച്ച. യിരെമ്യാവിൻ്റെ പ്രവചനം 46:20, സങ്കീർത്തനം 78:45. അടുത്ത ചോദ്യം: മതിലിൽ പറ്റിപ്പിടിക്കും നിർമ്മിച്ചത് കാണിച്ചു കൊടുത്തു, പിന്നെ ഞങ്ങൾ അല്പം പരുപരുത്തവരാണ്, ഞങ്ങൾ ആരാണ്? ഉത്തരം വിട്ടിൽ. നഹും പ്രവചനം 3:17, ആമോസ് 7:18, യിരെമ്യാവ് 51:27. അടുത്ത ചോദ്യം: ഒരിക്കൽ ഞങ്ങൾക്ക് ഒരു കൽപ്പന കിട്ടി, ഇഴഞ്ഞു നടക്കുന്ന ഞങ്ങൾ തിന്നാൻ കൊള്ളാവുന്നവയുമാണ്, എങ്കിൽ ഞങ്ങൾ ആരാണ്? ഉത്തരം തുള്ളൻ. സങ്കീർത്തനം 105:35, സഭാപ്രസംഗി 12:5, ലേവ്യ പുസ്തകം 11:22. അടുത്ത ചോദ്യം: മന്ത്രം ഫലിക്കാത്തത് ആർക്കാണ്? ഉത്തരം അണലി. യിരെമ്യാവിൻ്റെ പ്രവചനം 8-ാം അധ്യായം 17-ാം വാക്യം. അടുത്ത ചോദ്യം: പൊടി ആർക്കാണ് ആഹാരമാകുന്നത്? ഉത്തരം സർപ്പത്തിന്. യെശയ്യാവിൻ്റെ പ്രവചനം 65-ാം അധ്യായം 25-ാം വാക്യം. അടുത്ത ചോദ്യം: വെട്ടുക്കിളികളെ കടലിലിട്ടത് എന്താണ്? ഉത്തരം പടിഞ്ഞാറൻ കാറ്റ്. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 19-ാം വാക്യം. അടുത്ത ചോദ്യം: ആരുടെ ശരണമാണ് ചിലന്തിവല പോലെ ഇരിക്കുന്നത്? ഉത്തരം വഷളൻ്റെ. സദൃശവാക്യം 8-ാം അധ്യായം 13, 14 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: നദികളുടെ അറ്റത്ത് നിന്ന് ചൂള കുത്തി വിളിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം കൊതുകിനെ. യെശയ്യാവിൻ്റെ പ്രവചനം 7-ാം അധ്യായം 18-ാം വാക്യം. അടുത്ത ചോദ്യം: തേനീച്ച പോലെ പിന്തുടർന്ന് ചിഹ്നിച്ചു കളഞ്ഞത് ആരെയാണ്? ഉത്തരം അരാമ്യരെ. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 44-ാം വാക്യം. അടുത്ത ചോദ്യം: എവിടുത്തെ നിവാസികളാണ് കൊതുക് പോലെ ചത്തുപോകുന്നത്? ഉത്തരം ഭൂമിയിലെ. യെശയ്യാവിൻ്റെ പ്രവചനം 51-ാം അധ്യായം 6-ാം വാക്യം. അടുത്ത ചോദ്യം: ചാകാത്ത പുഴുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പഴയ നിയമ പുസ്തകം ഏതാണ്?
ഉത്തരം യെശയ്യാവ്. യെശയ്യാവിൻ്റെ പ്രവചനം 66 അധ്യായം 24 വാക്യം. അടുത്ത ചോദ്യം. പുകയിൽ നിന്നും പുറപ്പെടുകയും തേളിൻ്റെ ശക്തി ലഭിക്കുകയും ചെയ്തത് എന്തിനാണ്? ഉത്തരം വെട്ടുക്കിളിക്ക്. വെളിപ്പാട് പുസ്തകം 9 അധ്യായം 3 വാക്യം. അടുത്ത ചോദ്യം ഇതാണ്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ പറയുവാൻ ശ്രമിക്കുക. വേരുണ്ടെങ്കിലും മരമല്ല, ഫലം കൊടുക്കും പക്ഷേ വൃക്ഷമല്ല, ഫലം പറിക്കും പക്ഷേ പക്ഷിയല്ല, ഫലം എന്താണ്?